വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള സമയം നമ്മുടെ സിറ്റിയെ രക്ഷിക്കുന്നതിൽ ചിലവഴിച്ചു. ഇന്ന് അദ്ദേഹം റിട്ടയർഡ് ആവുന്ന ദിവസമാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ഗോൾഡ് മെഡൽ സമ്മാനിക്കാൻ പോകുന്നു. സത്യം, ഞങ്ങൾ എല്ലാവരും താങ്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ വളരെയധികം ബഹുമാനിച്ചതിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ എക്സ്ട്രീം സിറ്റിയുടെ സുരക്ഷിതത്വം എന്നെന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. ഇന്ന് യാതൊരു പേടിയും കൂടാതെ എന്റെ ജോലിയിൽ നിന്നും സമാധാനമായി വിരമിക്കുന്നു. ഈ എക്സ്ട്രീം സിറ്റിയുടെ ഏറ്റവും വലിയ ശത്രു ഈ കാണുന്ന ബ്രൗണ ഇപ്പോൾ ജയിലിലാണ്. ബ്രൗണ വളരെ ശക്തി കൂടിയവളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവൾ മോൺസ്റ്ററിന്റെ രൂപം മാറി 100% കൂടുതൽ ശക്തിയുള്ളവളാകും. സിറ്റിയിൽ വന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കും. എല്ലാം നശിപ്പിക്കുന്നതിൽ അവൾ സന്തോഷം കണ്ടെത്തിയിരുന്നു. ബ്രൗണയെ തടയുന്നത് ബുദ്ധിമുട്ടാണ്, എന്നാൽ തടയാനും പറ്റും. ഞാനൊരു പ്രത്യേകതരം മരുന്നുണ്ടാക്കി. ആ മരുന്ന് അവളെ ഷൂട്ട് ചെയ്ത് നിദ്രയിലാക്കി. അങ്ങനെ അവളെ ജയിലിലെത്തി. ഓ, അപ്പൊ ഈ ബ്രോണ ഭയങ്കര അപകടകാരിയാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഇൻസ്പെക്ടർ റെയിൻ വളരെ സാമർത്ഥ്യത്തോടു കൂടി അവളെ തോപ്പിച്ച് ജയിലിലാക്കിയത്. അപ്പൊ അത് ശരിക്കും ഏലിയനായിരിക്കും. ഏലിയനായാലും ശരി അല്ലെങ്കിലും ശരി, അവളെ കൂടുതൽ സുരക്ഷിതമുള്ള ജയിലിലാക്കണായിരിക്കും എല്ലാവർക്കും നല്ലത്. കേട്ടാ, സത്യം. ബ്രൗണയെ ഇന്ന് എക്സ്ട്രീം സിറ്റിയുടെ ഏറ്റവും സുരക്ഷിതമായ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അവളുടെ കൈകളും കാലുകളും ചിപ്പിയുടെ ഇലക്ട്രിക് ബെൽറ്റ് കൊണ്ട് ചുറ്റിയിരിക്കുന്നു. ആ ബെൽറ്റ് അവൾ മോൺസ്റ്റർ ആകുന്നതിൽ നിന്നും തടയും. എന്നാ പിന്നെ സമാധാനായി കിങ്കോക്ക്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്തെന്നാൽ നിങ്ങളും ശിവയും എല്ലാവരും ചേർന്ന് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ്. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ് കിങ്കോഗു. ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കും. ബ്രൗണ പുറത്തേക്ക് ചാടിയിരിക്കുന്നു. എക്സ്ട്രീം സിറ്റിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകാനുള്ള സമയമായി കൂട്ടുകാരെ. ഇല്ല, നമുക്ക് എല്ലാവർക്കും എക്സ്ട്രീം സിറ്റിയെ ബ്രൗണിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ദേവ പറഞ്ഞത് ശരിയാ. വരൂ കൂട്ടുകാരെ, ബ്രൗണിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം. ഈ ബ്രൗണിലാണ് കൂടുതൽ ശക്തിയുള്ളത്. എന്നെ എതിർക്കാനായിട്ട് ഇവിടെ ആരുമില്ല. ചിപ്പി, പവർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യ്. അപകടമാണ്. ബ്രൗണ ശക്തിയുള്ളവളാണ്.
നീ ഇലക്ട്രിക് ബെൽറ്റ്സ് ഉണ്ടാക്കിയതല്ലേ? ബ്രൗണിയെ തടയാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് നോക്ക്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ബ്രൗണിയുടെ കഴുത്തിൽ ഒരു സ്ലോട്ട് ഉണ്ട്, അതിൽ വയ്ക്കൂ. സോഫ്റ്റ്വെയർ ബ്രൗണിക്ക് ഒരു ബ്ലൗസ് ഉണ്ടാക്കുന്നു. അത് ബ്രൗണിയുടെ ശരീരം മുഴുവനും വരിഞ്ഞു മുറുക്കുന്നു. ഇട്ടുപോയിട്ടാണ് സത്യം ചിപ്പി. ഇയാള് ഭയങ്കര വെടുക്കനായിട്ട് മാറിയല്ലോ. ഇവയ്ക്ക് വേണ്ടി ചിപ്പി എന്ത് തന്നെ ചെയ്തിരിക്കും. വാവ് ചിപ്പി, കൂട്ടുകാരൻ വേണമെങ്കിൽ നിന്നെ പോലെ ആയിരിക്കണം. റാണ, ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്ക്. അതെന്തെന്നാൽ അത് നിന്നെ അറസ്റ്റ് ചെയ്ത് തടയാതെ ഒരിക്കലും ഞാൻ ഈ എക്സ്ട്രീം സിറ്റിയിൽ നിന്ന് പോവില്ല. ഗ്രാൻഡ് ഇൻസ്പെക്ടർ, ഈ ബ്രൗണിയുടെ ഏറ്റുമുട്ടാനുള്ള നിനക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഇൻസ്പെക്ടർ, നിന്നെ എന്റെ അടുത്ത് നിന്നും രക്ഷിക്കാൻ ഇവിടെ ആരും തന്നെ ഇല്ല കേട്ടോ. എന്റെ കാല് വിടൂ. തൊട്ടുപോകരുത്. ഇപ്പോ ഈ ശിവ ഇവിടെയുണ്ട്. എന്റെ മുന്നിൽ നീ വെറും ഒരു കടുക് മാത്രമാണ്. എന്നാ കാണാം. നീ ഭയങ്കര സാമർത്ഥ്യക്കാരനാണല്ലോ കുട്ടി. നിന്നെ തോപ്പിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കുട്ടി എന്നെ വിളിക്കരുത്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ അന്തരീക്ഷം മുഴുവനും എന്റെ കൈപ്പിടിയിലാണ്. നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇതാണോ നിങ്ങളുടെ അന്തരീക്ഷം? ഇവിടെ സ്വതന്ത്രമായിട്ട് നടക്കണമെങ്കിൽ സ്പെഷ്യൽ ഹെൽമെറ്റ് വേണം കേട്ടോ. അത് നിന്റെ അടുത്ത് ഇല്ലല്ലോ. വെൽഡൺ ശിവ, നിന്നെ പോലെ സാമർഥ്യമുള്ള കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമായി ഈ സിറ്റി സുരക്ഷിതമായിരിക്കുമെന്ന്. ബ്രോണ, എന്നേക്കുമായി ഈ ബെൽറ്റ് നീ ബന്ധിതയായി കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ ഇനി മേലിൽ ഇവരെ ഒട്ടും കാണരുതെന്നുള്ളതാണ്.
Watch India's largest kids library only on Jio Hotstar. Download the app now.